ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൊത്തു പൊറോട്ടയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊത്തു പൊറോട്ടയാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സവാള, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക്. ഇതൊന്ന് വാടി വരുമ്പോൾ 1 സ്പൂണ് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ കൂടി എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട അത്യാവശ്യം ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്, ഞാനൊരു 6 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് പിച്ചെടുക്കുകയോ ചെയ്താൽ മതിയാവും. ഇനി ഇതുകൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഞാൻ 1/4 കപ്പോളം വെള്ളം ഇതിലേക്കൊന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ട ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നത്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുത്ത പൊറോട്ടയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ചിക്കൻ്റെ ഗ്രേവി ഇല്ല, ചിക്കനും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വെജിറ്റബിൾ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് 2 ചട്ടുകം കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം, എല്ലായിടും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ. ഇനി ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതാണ്, ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ വേവിച്ചതോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതോ മതിയാവും. ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.